ആണ്ടുവട്ടം 3-ാം വാരം ചൊവ്വ. തിരുവചനം: അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവനെ വിളിക്കുവാൻ ആളയച്ചു. മാർക്കോസിൻ്റെ സുവിശേഷം 3:31. ഒരു ദിവസം യേശു കന്യാമറിയത്തിൻ്റെ മുന്നിൽ കൈകൂപ്പി നിന്നു. യേശു യാത്ര പറയുകയാണ്. 30 വർഷത്തിലെ നസ്രത്തിലെ ജീവിതം പൂർത്തിയായി. സമയം സമാഗതമായി. പിതാവിൽ നിന്ന് സ്വീകരിച്ച ദൗത്യം പൂർത്തിയാക്കുവാൻ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് യേശു ഇറങ്ങുമ്പോൾ ഉള്ളിലെ നൊമ്പരം മറച്ചുവെച്ച് മറിയം യാത്രാമംഗളങ്ങൾ നേരുന്നു. യേശുവിനെക്കുറിച്ച് ഓരോ ദിവസം ഓരോ കഥകളാണ് കേൾക്കുന്നത്. 2-3 ദിവസം ജനം യേശുവിനെ പിന്തുടരുന്നു. 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റുന്നു. ഫരീസേരും ഹെറോദോസ് പക്ഷക്കാരും യേശുവിനെ വകവരുത്തുവാൻ തീരുമാനിച്ചു. ഇനിയും പിടിച്ചു നിൽക്കുവാനാകാതെ യേശുവിനെ കാണുവാൻ മറിയം ഓടിയെത്തുന്ന ഒരു രംഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടത്. പരിശുദ്ധ കന്യാമാതാവിന് മകനെ വിട്ട് ദൂരെ ആയിരിക്കുവാൻ സാധിക്കുന്നില്ല. അവസാനം കാൽവരിയിലും അമ്മ കുരിശിനോട് ചേർന്ന് നിൽക്കുന്നതാണ് നാം കാണുന്നത്. കുരിശിൻ ചുവട്ടിൽ മകൻ പിരിഞ്ഞു പോകുമ്പോൾ യേശു തൻ്റെ അമ്മയ്ക്ക് ഒരു മകനെയല്ല 1000 മക്കളെയാണ് പകരം ഏൽപ്പിച്ചത്. അതിനാലാണ് മരിയ ഭക്തയായ വിശുദ്ധ കൊച്ചുത്രേസ്യ പറഞ്ഞത്, പരിശുദ്ധ കന്യാമറിയം യോഹന്നാൻ്റെ മാത്രം അമ്മയല്ല, എൻ്റെയും അമ്മയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ ആ മാതൃവാത്സല്യം അനുഭവിച്ച് നമുക്കും ഏറ്റുപറയാം, പരിശുദ്ധ കന്യാമറിയം യോഹന്നാൻ്റെ മാത്രം അമ്മയല്ല, എൻ്റെയും അമ്മയാണ്.